നിങ്ങളിവിടെ വെറുതെ എത്തിയതല്ല. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു അസ്വസ്ഥതയുണ്ട്, ഒരു വെപ്രാളമുണ്ട്, വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ഒരു ചോദ്യമുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ സാധാരണക്കാരനായി തോന്നാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ തുടർച്ചയായി സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നു, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുത്തുന്നു, കഴിഞ്ഞ കാലത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ ചിന്തകൾ നിങ്ങളെ സുരക്ഷിതരാക്കുമെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ അതേ ചിന്തകൾ നിങ്ങളെ പതുക്കെ തളർത്തുകയാണ്. ആ ക്ഷീണമാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേവലം അറിവല്ല. അതൊരു തിരിച്ചറിവാണ്. തിരിച്ചറിവുകൾ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കില്ല. അത് ഉണർവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇന്ന് നിങ്ങളിത് കേൾക്കുക മാത്രമല്ല, ശരിക്കും അനുഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യമായി നിങ്ങളുടെ സ്വന്തം മനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ചെറിയ അകലം അനുഭവപ്പെട്ടേക്കാം. ആ അകലമാണ് നിങ്ങളുടെ മോചനത്തിലേക്കുള്ള ആദ്യത്തെ പടി. മനസ്സ് വളരെ തന്ത്രശാലിയാണ്. അവൻ നിങ്ങളുടെ രക്ഷകനാണെന്നും സുഹൃത്താണെന്നും നിങ്ങളെ വിശ്വസിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ സത്യസന്ധമായി നോക്കിയാൽ നിങ്ങളുടെ ഒട്ടുമിക്ക ഭയങ്ങളും ഉത്കണ്ഠകളും സങ്കടങ്ങളുമെല്ലാം ആ മനസ്സിന്റെ തന്നെ സൃഷ്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഇവിടെ ഒരു അപകടവുമില്ല. എന്നിട്ടും ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ടും ഉള്ളിലെന്തോ തകരുന്നതുപോലെ തോന്നുന്നു. എന്തുകൊണ്ടാണിതൊക്കെ? കാരണം നിങ്ങൾ വർത്തമാനകാലത്തിലല്ല ജീവിക്കുന്നത്. നിങ്ങൾ ഒന്നുകിൽ കഴിഞ്ഞ കാലത്ത് കുടുങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ ഭാവിയിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വർത്തമാനകാലം നഷ്ടപ്പെടുത്തുന്നവന് ജീവിതം തന്നെയാണ് നഷ്ടമാകുന്നത്. ഇനി ഒരു ചെറിയ കാര്യം ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ചിന്തകളൊരു പ്രശ്നമല്ല. ചിന്തകളുടെ അടിമത്തമാണ് പ്രശ്നം. ചിന്തകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ചിന്തകളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു രോഗമാണ്. മിക്ക ആളുകളും ഈ രോഗത്തെ അവരുടെ വ്യക്തിത്വമായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ചിന്തിക്കുന്ന ആളാണെന്നവർ പറയുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ ആ ചിന്തകളാണ് അവരെ നിയന്ത്രിക്കുന്നത്. എന്താണ് ഭയം? ഭയം എന്നത് ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പമാണ്. എന്താണ് ഉത്കണ്ഠ? ആ സങ്കല്പങ്ങളെ വിശ്വസിക്കുന്നതാണ് ഉത്കണ്ഠ. മനസ്സ് ഒരു ഫിലിം പ്രൊജക്ടർ പോലെയാണ്. അത് സ്ക്രീനിൽ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. പരാജയം, അപമാനം, രോഗം, ഏകാന്തത, മരണം. എന്നാൽ ഇതൊരു സ്ക്രീൻ മാത്രമാണെന്നും യാഥാർത്ഥ്യമല്ലെന്നും നിങ്ങൾ മറന്നുപോകുന്നു. നിങ്ങൾ ആ സിനിമയിൽ എത്രമാത്രം മുഴുകുന്നുവെന്നാൽ സ്ക്രീനിനു പിന്നിലിരിക്കുന്ന കാണിയെ നിങ്ങൾ മറന്നുപോകുന്നു. ഇന്ന് നിങ്ങളിലെ ആ കാണിയെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അടുത്ത തവണ നിങ്ങൾക്ക് ഭയം തോന്നുമ്പോൾ അതിനോട് പോരാടരുത്, ഒളിച്ചോടരുത്. കണ്ണുകളടച്ചിരിക്കുക. എന്നിട്ട് ആ ഭയം എവിടെയാണെന്ന് നോക്കുക. അത് കൈകളിലാണോ? അല്ല. അത് കണ്ണുകളിലാണോ? അല്ല. അത് വയറ്റിലാണോ? ഒരുപക്ഷെ ഒരു വിറയലായിരിക്കാം. എന്നാൽ ശ്രദ്ധിച്ചു നോക്കൂ. ആ വിറയലും മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്നതൊന്നും നിങ്ങളായിരിക്കാൻ കഴിയില്ല. ഇതാണ് ആദ്യത്തെ തിരിച്ചറിവ്. നിങ്ങൾ ഭയമല്ല, നിങ്ങൾ ഉത്കണ്ഠയല്ല, നിങ്ങൾ ചിന്തകളല്ല. ഇവയെല്ലാം നിരീക്ഷിക്കുന്ന ആളാണ് നിങ്ങൾ. എന്നാൽ മനസ്സിന് ഇതിഷ്ടമല്ല. നിങ്ങളിത് നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സ് പറയും, ഇതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? ഇതൊക്കെ വെറുതെയാണ്. നിങ്ങളുടെ പ്രശ്നം വളരെ വലുതാണ് എന്ന്. മനസ്സ് എപ്പോഴും നിങ്ങളെ വീണ്ടും ചിന്തകളിലേക്ക് വലിച്ചിഴക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ചിന്തകളിലാണ് അതിന്റെ നിലനിൽപ്പ്. ഓർക്കുക, മനസ്സ് നിങ്ങളുടെ ശത്രുവല്ല. എന്നാൽ അത് നിങ്ങളുടെ യജമാനനായാൽ അത് വിഷമാണ്. ഇനി വളരെ ആഴത്തിലുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. അമിതമായി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഭയമുണ്ടാകുന്നത് നിങ്ങൾക്ക് ഫലങ്ങളെ നിയന്ത്രിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഉത്കണ്ഠയുണ്ടാകുന്നത് നിങ്ങൾ വർത്തമാനകാലത്തെ അംഗീകരിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ എപ്പോഴും മറ്റെന്തെങ്കിലുമായി മാറാൻ ആഗ്രഹിക്കുന്നു. ഉള്ളതൊന്നും ഒരിക്കലും മതിയാകില്ല എന്ന് തോന്നുന്നു. എന്നാൽ ജീവിതമെന്നത് ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിലാണ്, മറ്റെന്തെങ്കിലുമായി മാറുന്നതിലല്ല. ഈ നിമിഷത്തിൽ എന്താണുള്ളത് അത് മതിയെന്ന് നിങ്ങൾ എപ്പോഴാണോ അംഗീകരിക്കുന്നത്, ആ നിമിഷം തന്നെ മനസ്സിന്റെ പിടുത്തം ആയാൻ തുടങ്ങും. ഓർക്കുക, പരിഹാരം ചിന്തകളിൽ നിന്നല്ല വരുന്നത്. പരിഹാരം വരുന്നത് നിരീക്ഷണത്തിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ വെറുതെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുക. അപ്പോൾ മനസ്സ് ചോദിക്കും, എന്റെ ജോലിക്ക് എന്ത് സംഭവിക്കും? എന്റെ ബന്ധങ്ങൾക്ക് എന്ത് സംഭവിക്കും? എന്റെ ഭാവി എന്താകും? മനസ്സ് എപ്പോഴും വിലപേശിക്കൊണ്ടിരിക്കും. എന്നാൽ ജീവിതം ഒരിക്കലും വിലപേശില്ല. ജീവിതം എന്നത് ജീവിക്കാൻ മാത്രമുള്ളതാണ്. ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്യുക. നിങ്ങളുടെ ചിന്തകളിൽ ഒരു വാക്ക് മാത്രം എഴുതുക. കാണുന്നു. ഈ ചിന്ത എനിക്കുവേണ്ടിയല്ല, നിങ്ങൾക്കുവേണ്ടിയായിരിക്കും. ഇനി നിങ്ങൾ മനസ്സല്ല, മറിച്ച് നിരീക്ഷകനാണെന്നുള്ള നിങ്ങളുടെ ആദ്യത്തെ പ്രഖ്യാപനമായിരിക്കും അത്. മനസ്സ് വളരെ പ്രാചീനമാണ്. അത് നിങ്ങളുടെ ജനനത്തിനും മുമ്പുള്ളതാണ്.
അതിൽ നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും നൂറ്റാണ്ടുകളായുള്ള ഭയം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെന്റെ ഭയമാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളൊരു മിഥ്യാധാരണയിലാണ്. ഈ ഭയം വ്യക്തിപരമല്ല, അത് കൂട്ടായ ഒന്നാണ്. നിങ്ങളത് ചുമക്കുന്നുവെന്ന് മാത്രം. മനസ്സിന്റെ മുഴുവൻ കളിയും സമയത്തോട് ചേർന്നാണ്. ഒന്നുകിൽ അത് നിങ്ങളെ കഴിഞ്ഞ കാലത്തേക്ക് വലിച്ചുകൊണ്ടുപോകും, അല്ലെങ്കിൽ ഭാവിയിലേക്ക്. വർത്തമാനകാലം അതിന് ഏറ്റവും അപകടകരമായ സ്ഥലമാണ്. കാരണം വർത്തമാനകാലത്തിൽ അതിന് നിലനിൽപ്പില്ല. ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ പൂർണ്ണമായും ഈ നിമിഷത്തിലായിരിക്കുമ്പോൾ ചിന്തകൾ താനേ നിലയ്ക്കുന്നു. യാതൊരു ശ്രമവും നടത്തേണ്ടതില്ല, യാതൊരു പോരാട്ടവും വേണ്ടതില്ല. എന്നാൽ മനസ്സ് വളരെ തന്ത്രശാലിയാണ്. അത് ഭാവിക്കു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന പേരിൽ ചിന്തകളെ വിൽക്കുന്നു. അത് പറയുന്നു, ഇപ്പോൾ ചിന്തിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. നിങ്ങൾ ഭാവിക്കു വേണ്ടി എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വർത്തമാനകാലം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. വർത്തമാനകാലം നഷ്ടപ്പെട്ടവന് എല്ലാം നഷ്ടപ്പെട്ടു. ഇനി വളരെ സൂക്ഷ്മമായൊരു കാര്യം മനസ്സിലാക്കുക. ഭാവി ഒരിക്കലും വരുന്നില്ല. അത് വരുമ്പോഴെല്ലാം വർത്തമാനകാലമായി മാറുന്നു. അപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്ന ആ കാര്യം ഒരിക്കലും സംഭവിക്കുന്നില്ല. നിങ്ങൾ അതിന്റെ സങ്കല്പത്തെ മാത്രമാണ് ഭയപ്പെടുന്നത്. മനസ്സ് സങ്കല്പങ്ങളുടെ ഒരു ഫാക്ടറിയാണ്. അമിതചിന്ത എന്നത് ആ ഫാക്ടറിയിലെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയുമാണ്. ഇനി ചോദ്യം, മനസ്സിനെ എങ്ങനെ തടയാം എന്നതല്ല. മനസ്സിനെ തടയാൻ കഴിയില്ല. തടയപ്പെടുന്നതെന്തും അടിച്ചമർത്തപ്പെടുന്നു. അടിച്ചമർത്തപ്പെട്ട മനസ്സ് കൂടുതൽ അക്രമാസക്തമാകും. മനസ്സിൽ നിന്ന് എങ്ങനെ അകലം പാലിക്കാം എന്നതാണ് ചോദ്യം. ആ അകലം നിരീക്ഷണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുന്നതുപോലെ നിങ്ങളുടെ ഉള്ളിലേക്കും ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഏതെങ്കിലും ചിന്ത വന്നാൽ അതിനൊരു പേര് നൽകുക. വെറുതെ ചിന്ത എന്ന് പറയുക. ഭയം വന്നാൽ ഭയം എന്ന് പറയുക. അത്രമാത്രം മതി. യാതൊരു വിശകലനവും വേണ്ട, യാതൊരു നിഗമനവും വേണ്ട. ഇതുവരെ ഞാനെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ എത്ര പെട്ടെന്നാണ് മാറുന്നതെന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതൊന്നും നിങ്ങളാകാൻ കഴിയില്ല. ഇതാണ് ആ സാക്ഷിയുടെ ജനനം. മനസ്സ് ശരീരത്തെ കീഴടക്കുമ്പോഴാണ് ഉത്കണ്ഠയുണ്ടാകുന്നത്. ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടനുഭവപ്പെടുന്നു. വിയർക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നു, ഞാൻ പരിഭ്രാന്തനാകുകയാണെന്ന്. അല്ല, ശരീരത്തിലെ ഊർജ്ജം ഇളകുകയാണ്. അപ്പോൾ മനസ്സ് അതിനൊരു കഥ നൽകുന്നു. അടുത്ത തവണ ഉത്കണ്ഠ വരുമ്പോൾ ആ കഥ കേൾക്കരുത്. ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുക. ശ്വാസത്തെ നിരീക്ഷിക്കുക. ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ തീവ്രത കുറയുന്നുണ്ടെന്ന്. കാരണം നിരീക്ഷിക്കുന്നവൻ ഒരിക്കലും പരിഭ്രാന്തനാകുന്നില്ല. ആ കഥയിൽ മുഴുകുന്നവനാണ് പരിഭ്രാന്തനാകുന്നത്. മനസ്സെപ്പോഴും തീവ്രമായാണ് ചിന്തിക്കുന്നത്. ഒന്നുകിൽ എല്ലാം വളരെ നല്ലത്, അല്ലെങ്കിൽ എല്ലാം വളരെ മോശം. ഇടയിലുള്ള ഒരു വഴി അതിനിഷ്ടമല്ല. ജീവിതം എപ്പോഴും മധ്യത്തിലാണ്. മനസ്സാവട്ടെ അറ്റങ്ങളിലുമാണ്. അതുകൊണ്ടാണ് മനസ്സിലൂടെ ജീവിക്കുന്നവൻ എപ്പോഴും അസന്തുലിതനായിരിക്കുന്നത്. ചിലപ്പോൾ അമിതമായ ആവേശം, ചിലപ്പോൾ കടുത്ത നിരാശ. നിങ്ങൾ മനസ്സിലൂടെയല്ല, മറിച്ച് അവബോധത്തിലൂടെ ജീവിക്കുമ്പോഴാണ് സന്തുലിതാവസ്ഥ കൈവരുന്നത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വഞ്ചിക്കുകയല്ല. അതിനെ എന്തിനാണോ പരിശീലിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമാണ് അത് ചെയ്യുന്നത്. സമൂഹം അതിനെ ഭയപ്പെടുത്തിയാണ് വളർത്തിയത്. സ്കൂളുകൾ അതിനെ താരതമ്യം ചെയ്യാൻ പഠിപ്പിച്ചു. കുടുംബം അതിന് അനേകം പ്രതീക്ഷകൾ നൽകി. ഇപ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ മനസ്സിനെ യജമാനനിൽ നിന്ന് ഒരു സേവകനാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സേവകൻ ഉപകാരപ്രദമാണ്, എന്നാൽ യജമാനൻ വിനാശകാരിയാണ്. ചിന്തകൾ വരുമ്പോഴെല്ലാം അത് ശരിയാണോ എന്ന് ചോദിക്കരുത്. അത് ഇപ്പോൾ ഇവിടെ നടക്കുന്നതാണോ എന്ന് മാത്രം നോക്കുക. അതല്ലെങ്കിൽ അതിനെ പോകാൻ അനുവദിക്കുക. ജീവിതം ഇപ്പോഴാണ്, ശ്വാസം ഇപ്പോഴാണ്, ഈ നിമിഷം ഇപ്പോഴാണ്. ഇപ്പോഴുള്ള ഒന്നിനും ഒരു പ്രശ്നവുമില്ല. പ്രശ്നങ്ങൾ എപ്പോഴും സമയത്തോടൊപ്പമാണ് വരുന്നത്. ഒന്നുകിൽ ഭൂതകാലത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഭാവിയിൽ നിന്ന്. ഇവിടെ നിന്നാണ് യഥാർത്ഥ കുഴപ്പങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങൾ ഭയമാണെന്നും ചിന്തയാണെന്നും അമിതചിന്തയാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ വ്യക്തിത്വമായി മാറ്റിയിരിക്കുകയാണ്. ചിലർ പറയുന്നു, ഞാൻ വളരെ വികാരാധീനനാണെന്ന്. ചിലർ പറയുന്നു, ഞാൻ ഒരുപാട് ചിന്തിക്കുന്നവനാണെന്ന്. ചിലർ പറയുന്നു, ഭയപ്പെടുന്നത് എന്റെ പ്രകൃതമാണെന്ന്. ശ്രദ്ധിക്കുക, ഇതൊന്നും വെറും വാചകങ്ങളല്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴുത്തിലിട്ട ചങ്ങലകളാണിവ. ഈ വ്യക്തിത്വം വളരെ മധുരമുള്ളതാണ്. അത് നിങ്ങൾക്കൊരു സുരക്ഷ നൽകുന്നു. ഒരു തെറ്റായ സുരക്ഷ.
കുറഞ്ഞപക്ഷം ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ജീവിതത്തിന് വ്യക്തിത്വങ്ങളെ ഇഷ്ടമല്ല. ജീവിതം ഒരു ഒഴുക്കാണ്, വ്യക്തിത്വമാകട്ടെ ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞും. ഞാൻ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ പറയുന്ന നിമിഷം തന്നെ നിങ്ങൾ മരിക്കുന്നു. ശ്വാസം നിലനിൽക്കുന്നുണ്ടാകും, ശരീരം ചലിക്കുന്നുണ്ടാകും. എന്നാൽ ഉള്ളിൽ പുതിയതെന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത അവിടെ അവസാനിക്കുന്നു. ഇനി വളരെ വിപ്ലവകരമായൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്ഥിരമായ ഒരു വ്യക്തിത്വവുമില്ല. ഇന്ന് നിങ്ങളായിരിക്കുന്നത് നാളെ നിങ്ങളായിരിക്കില്ല. ഇതൊരു സങ്കടകരമായ കാര്യമല്ല, ഇതാണ് യഥാർത്ഥ മോചനം. ഭയം നിങ്ങളെ വേട്ടയാടുന്നത് അത് ശക്തമായതുകൊണ്ടല്ല. ഭയം നിങ്ങളെ വേട്ടയാടുന്നത് നിങ്ങൾ അതിനെ എന്റേത് എന്ന് വിളിക്കുന്നതുകൊണ്ടാണ്. എന്റെ ഭയം എന്ന് നിങ്ങൾ പറയുന്ന നിമിഷം നിങ്ങൾ അതിനൊരു വീട് നൽകുകയാണ്. എന്നാൽ ഭയം ഒരിക്കലും ഞാൻ നിന്റേതാണെന്ന് പറയുന്നില്ല. നിങ്ങളാണ് അതിനോട് ഈ അടുപ്പം കാണിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കൂ. എന്തെങ്കിലും ചിന്തകൾ നടക്കുന്നുണ്ടാകും. ഈ ചിന്തകൾ ആരാണ് കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ പെട്ടെന്നൊരു ശൂന്യത അനുഭവപ്പെടും. ആ ശൂന്യതയാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതം. മനസ്സിന് അതിഷ്ടമല്ല, കാരണം ആ ശൂന്യതയിൽ മനസ്സിനൊരു മുഖമില്ല, പേരില്ല. മനസ്സ് ജീവിക്കുന്നത് പേരുകളിലൂടെയാണ്. സമൂഹം ജീവിക്കുന്നതും പേരുകളിലൂടെയാണ്. എന്നാൽ അസ്തിത്വം പേരിലൂടെയല്ല, മൗനത്തിലൂടെയാണ് ജീവിക്കുന്നത്. കുട്ടിക്കാലം മുതൽ നിങ്ങളെ പഠിപ്പിച്ചത് പേര് പറയാനും വ്യക്തിത്വം കാണിക്കാനും നേട്ടങ്ങൾ എണ്ണിപ്പറയാനുമാണ്. പേരില്ലാതെ സ്വയം അനുഭവിക്കാൻ ആരും നിങ്ങളെ പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ, നിങ്ങളെ കാണാൻ ആരുമില്ലാതിരിക്കുമ്പോൾ അസ്വസ്ഥത വർദ്ധിക്കുന്നത്. കാരണം വ്യക്തിത്വത്തിനൊരു കാണി ആവശ്യമാണ്. നിങ്ങളുടെ ഈ വ്യക്തിത്വം അപകടത്തിലാകുമ്പോഴാണ് പലപ്പോഴും ഉത്കണ്ഠയുണ്ടാകുന്നത്. ഞാൻ പരാജയപ്പെട്ടാൽ എന്തു ചെയ്യും? ആളുകൾ എന്നെ കുറച്ചു കാണാൻ തുടങ്ങിയാലോ? എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാലോ? ശ്രദ്ധിക്കുക, ഇത് ജീവിതത്തെക്കുറിച്ചുള്ള ഭയമല്ല. ഇത് നിങ്ങളുടെ പ്രതിച്ഛായയെക്കുറിച്ചുള്ള ഭയമാണ്. ജീവിതത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല. ജീവിതം ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളുണ്ടാക്കിവെച്ച ആ പ്രതിച്ഛായ വിറയ്ക്കാൻ തുടങ്ങും. ഇനി ഒരു പരീക്ഷണം ചെയ്യുക. അടുത്ത തവണ ഭയം തോന്നുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കരുത്, ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന്. ചോദിക്കുക, എന്റെ ഏത് വ്യക്തിത്വമാണ് ഇപ്പോൾ അപകടത്തിലുള്ളത് എന്ന്. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കും. ചിലപ്പോൾ അതൊരു നല്ല മനുഷ്യനാണെന്ന വ്യക്തിത്വമായിരിക്കാം. ചിലപ്പോൾ ഒരു വിജയിയാണെന്നോ ശക്തനാണെന്നോ ഉള്ളതായിരിക്കാം. നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം ഭയത്തിന്റെ പിടുത്തം അയയാൻ തുടങ്ങും. കാരണം വ്യക്തിത്വത്തെ നിരീക്ഷിക്കാൻ കഴിയും. അങ്ങനെ നിരീക്ഷിക്കാൻ കഴിയുന്നതൊന്നും നിങ്ങളാകാൻ കഴിയില്ല. ഈ തിരിച്ചറിവ് വളരെ ശാന്തമാണ്. ഇതിൽ യാതൊരു ആവേശവുമില്ല, ലഹരിയുമില്ല. എന്നാൽ ഈ തിരിച്ചറിവ് പതുക്കെ മനസ്സിന്റെ മുഴുവൻ സാമ്രാജ്യത്തെയും ഇളക്കിമറിക്കും. അമിത ചിന്തയുടെ അടിസ്ഥാനം ഇതാണ്. നിങ്ങൾ നിരന്തരം നിങ്ങളുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ വിജയിയായി കാണിക്കണം. ഭൂതകാലത്തിൽ ശരിയാണെന്ന് തെളിയിക്കണം. ഇതിനിടയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു. ഓർക്കുക, ജീവിതത്തിന് നിങ്ങളുടെ പരിചയപത്രത്തിന്റെ ആവശ്യമില്ല. യാതൊരു ലേബലുകളുമില്ലാതെ തന്നെ നിങ്ങൾ പൂർണ്ണനാണ്. നിങ്ങളിത് തിരിച്ചറിയുന്ന ദിവസം ആ ഭയം നിങ്ങളെ വിട്ടുപോകും. കാരണം ഭയത്തിന് നിലനിൽക്കാൻ ഞാൻ എന്ന ഭാവം വേണം. നിങ്ങളാകട്ടെ ആ ഞാൻ എന്നതിനെ ഇല്ലാതാക്കി കഴിഞ്ഞു. ഇതുവരെ നമ്മൾ 3 കാര്യങ്ങളാണ് കണ്ടത്: ചിന്തകൾ, മനസ്സ്, വ്യക്തിത്വം. ഇനി അടുത്ത തലം കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. കാരണം ഇനി പറയാൻ പോകുന്നത് നേരിട്ട് നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ചാണ്. ഇവിടെ നിന്നാണ് കാര്യങ്ങൾ ചിന്തകൾക്കും താഴേക്കിറങ്ങുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു, അംഗീകരിക്കാമായിരുന്നു, വിയോജിക്കാമായിരുന്നു. എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ മാത്രമേ കഴിയൂ. മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി മനസ്സിലാക്കുക, മൗനം എന്ന് പറഞ്ഞാൽ വികാരശൂന്യനാകുക എന്നല്ല അർത്ഥം. മൗനത്തിൽ വികാരങ്ങൾ കുറച്ചുകൂടി ആഴത്തിലുള്ളതാകുന്നു. സന്തോഷത്തിൽ ഒരു സ്ഥിരത കൈവരുന്നു. ദുഃഖത്തിൽ ഒരു തിരിച്ചറിവുണ്ടാകുന്നു. മുൻപ് നിങ്ങൾ കരയുമ്പോൾ തകർന്നുപോകുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കരയുമെങ്കിലും തകരില്ല. ഇതാണ് വ്യത്യാസം. മൗനം നിങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നില്ല. മൗനം നിങ്ങളെ ജീവിതവുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നു. നിങ്ങൾ അതേ ജോലികൾ തന്നെ ചെയ്യുന്നു, ഇതേ ലോകത്ത് തന്നെ ജീവിക്കുന്നു. എന്നാൽ ഉള്ളിൽ ഒരു കേന്ദ്രം രൂപപ്പെടുന്നു. ആ കേന്ദ്രത്തിൽ ജീവിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തിയെ പിന്നീട് അമിത ചിന്ത അലട്ടില്ല. കാരണം ഇപ്പോൾ ചിന്തകളല്ല കേന്ദ്രം. ചിന്തകൾ ഒരു ഉപകരണം മാത്രമായി മാറി. ഓർക്കുക, ചിന്തകൾ യജമാനനാകുമ്പോൾ അത് വിഷമായി മാറുന്നു. ചിന്തകൾ സേവകനാകുമ്പോൾ അത് ഒരു അനുഗ്രഹമായി മാറുന്നു. മൗനമാണ് ചിന്തകളെ സേവകനാക്കി മാറ്റുന്നത്. ഇനി മറ്റൊരാഴം കൂടി. നിങ്ങൾ മൗനത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. പിടിച്ചു നിർത്താൻ കഴിയുന്നതൊന്നും മൗനമല്ല. നിങ്ങളെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് മൗനം കടന്നുവരുന്നത്.
നിങ്ങൾ പ്രതീക്ഷകൾ, ഫലങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ എന്താണുള്ളത് അതുമാത്രമാണ് യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ പറയുന്നു. ഈ വാചകം വളരെ വിപ്ലവകരമാണ്, കാരണം ഇതിൽ യാതൊരു പരാതിയുമില്ല. എവിടെയാണോ പരാതികൾ അവസാനിക്കുന്നത് അവിടെ മൗനം ആരംഭിക്കുന്നു. എന്തുകൊണ്ടാണ് ബുദ്ധിമാന്മാർ കുറച്ചുമാത്രം സംസാരിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് അവരുടെ കണ്ണുകളിൽ ആ ശാന്തത ഉള്ളതെന്ന്. അവർ മൗനത്തിലാണ് ജീവിക്കുന്നത്. ഈ മൗനം ഏതെങ്കിലും ഗുഹയിൽ പോയാൽ ലഭിക്കുന്ന ഒന്നല്ല. ഈ മൗനം ഒരു ജനത്തിരക്കുള്ള മാർക്കറ്റിൽ വെച്ചും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഒരേയൊരു നിബന്ധന മാത്രമേയുള്ളൂ: നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒളിച്ചോടുന്നത് അവസാനിപ്പിക്കുക. ഇതുവരെ നമ്മൾ ചിന്തകളെ കണ്ടു, മനസ്സിനെ കണ്ടു, വ്യക്തിത്വത്തെ കണ്ടു, അനുഭവത്തെ അറിഞ്ഞു, ഇപ്പോൾ മൗനത്തെയും തൊട്ടു. ഇനി നമ്മൾ സംസാരിക്കുന്നത് ചിന്തകളെക്കുറിച്ചല്ല, പരിശീലനത്തെക്കുറിച്ചല്ല, തിരിച്ചറിവുകളെക്കുറിച്ചുപോലുമല്ല. ഇനി സംസാരിക്കുന്നത് ജീവിതത്തെക്കുറിച്ചാണ്. ഇതുവരെ കേട്ട കാര്യങ്ങൾ കേവലം കേൾവി മാത്രമായി ഒതുങ്ങിയാൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. അത് നിങ്ങളുടെ പ്രവൃത്തികളിൽ വരുമ്പോഴാണ് സത്യമായി മാറുന്നത്. അത് നിങ്ങളുടെ കണ്ണുകളിൽ കാണണം. നിങ്ങളുടെ സംസാരത്തിലും മൗനത്തിലും അത് പ്രകടമാകണം. ജീവിതം എന്നത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല. ജീവിതം എന്നത് ജീവിച്ചറിയേണ്ട ഒരു രഹസ്യമാണ്. എന്നാൽ നിങ്ങൾ ജീവിതത്തെ ഒരു പ്രഹേളികയാക്കി മാറ്റി. ഓരോ നിമിഷവും നിങ്ങൾ ചോദിക്കുന്നു, എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇനി എന്ത് സംഭവിക്കും? ഈ ചോദ്യങ്ങളുടെ തിരക്കിനിടയിൽ ജീവിതം എവിടെയോ പിന്നിലായിപ്പോയി. ഇനി അവസാനമായി ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഭയവും ഉത്കണ്ഠയും അമിതചിന്തയും നിങ്ങളുടെ ശത്രുക്കളല്ല. അവ ചില സൂചനകളാണ്. നിങ്ങൾ ജീവിതം ജീവിക്കുന്നില്ല എന്നതിന്റെ സൂചനകൾ. നിങ്ങൾ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. എന്ന് നിങ്ങൾ ആ നിയന്ത്രണം ഉപേക്ഷിക്കുന്നുവോ, അന്ന് ആ ഭയത്തിന്റെ പിടുത്തവും അയയുന്നു. നിയന്ത്രണം ഉപേക്ഷിക്കുക എന്നത് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നായി തോന്നാം. കാരണം അഹങ്കാരത്തിന്റെ പൂർണ്ണമായ നിലനിൽപ്പും നിയന്ത്രണത്തിലാണ്. എന്നാൽ ജീവിതം അഹങ്കാരത്തേക്കാൾ വലുതാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ വളരെ ശാന്തനായിരിക്കുമ്പോൾ ആ നിമിഷം നിങ്ങൾ ജീവിതത്തോടൊപ്പം ചേരുന്നു. ജീവിതത്തിന് വിശ്വാസമാണ് ആവശ്യം, യുക്തിയല്ല. ഇതിനർത്ഥം നിങ്ങൾ ഉത്തരവാദിത്തമില്ലാത്തവരായി മാറുന്നു എന്നല്ല. ഉത്തരവാദിത്തവും ഉത്കണ്ഠയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉത്തരവാദിത്തം വർത്തമാനകാലത്തിലാണ്. ഉത്കണ്ഠ ഭാവിയിലും നിങ്ങൾ പ്രവർത്തിക്കുക. പൂർണ്ണമായ ശ്രദ്ധയോടെ ചെയ്യുക, എന്നാൽ അതിന്റെ ഫലം ജീവിതത്തിന് വിട്ടുകൊടുക്കുക. ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് ഒരു ദൗർബല്യമല്ല, അതൊരു വലിയ ധൈര്യമാണ്. നിങ്ങൾ ഇപ്പോഴേ ഫലത്തെക്കുറിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഉത്കണ്ഠയുണ്ടാകുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ പരാജയമനുഭവിക്കുന്നു. നിങ്ങൾ നേരത്തെ തന്നെ അപമാനം സഹിക്കുന്നു. ജീവിതം അത്രത്തോളം ക്രൂരമല്ല. ക്രൂരമായത് നിങ്ങളുടെ മനസ്സാണ്. ശാന്തനായൊരു വ്യക്തി അത്ര വലിയ പ്രത്യേകതകളുള്ള ആളൊന്നുമല്ല. സംഭവിക്കുന്നതെന്തും സംഭവിക്കാൻ അയാൾ അനുവദിക്കുന്നു എന്നു മാത്രം. അയാൾ ആ ഒഴുക്കിലൂടെ നീന്തുന്നു. ഒഴുക്കിനെതിരെ അയാൾ പോരാടുന്നില്ല. ഒഴുക്കിനെതിരെ പോരാടുന്നവൻ തളർന്നുപോകും. എന്നാൽ ഒഴുക്കിനൊപ്പം നീന്തുന്നവൻ കടലിലെത്തിച്ചേരും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, ദുഃഖം വരും, നഷ്ടങ്ങളുണ്ടാകും. എന്നാൽ ഇനിയുള്ള വ്യത്യാസമെന്തെന്നാൽ നിങ്ങൾ തകർന്നുപോകില്ല. നിങ്ങളെല്ലാം അനുഭവിക്കും, എന്നാൽ ചിതറിപ്പോകില്ല. നിങ്ങൾ കരയും, എന്നാൽ നഷ്ടപ്പെട്ടു പോകില്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ കേന്ദ്രം പുറത്തല്ല. നിങ്ങളുടെ കേന്ദ്രം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലാണ്. ആ കേന്ദ്രം മൗനം കൊണ്ട് നിർമ്മിച്ചതാണ്. അത് അവബോധം കൊണ്ട് നിർമ്മിച്ചതാണ്. ഇനി അമിതചിന്ത കടന്നുവരും, എന്നാൽ നിങ്ങൾ അതിനെ തിരിച്ചറിയും. നിങ്ങൾ പറയും, ഇതൊരു ചിന്ത മാത്രമാണ്, ഞാനല്ല എന്ന് ഭയം വരും. എന്നാൽ നിങ്ങൾ അതിനെ നിരീക്ഷിക്കും. നിങ്ങൾ പറയും, ഇതൊരു ഊർജ്ജം മാത്രമാണ്, ഇതും കടന്നുപോകുമെന്ന് ഉത്കണ്ഠ വരും. എന്നാൽ നിങ്ങൾ അതിൽ നഷ്ടപ്പെട്ടു പോകില്ല. നിങ്ങൾ ദീർഘമായി ശ്വാസമെടുത്ത് വർത്തമാനകാലത്തിലേക്ക് മടങ്ങിവരും. ഇതാണ് നിങ്ങളുടെ പരിശീലനം. ഇതാണ് നിങ്ങളുടെ ധ്യാനം. ഇതിനായി പ്രത്യേകം ഇരിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകം പോസുകൾ ആവശ്യമില്ല. ജീവിതം തന്നെയാണ് നിങ്ങളുടെ ധ്യാനം. നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മൗനമായിരിക്കുമ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു ലാഘവത്വം അനുഭവപ്പെടുന്നതായി പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ലാഘവത്വമാണ് ഭയത്തെ വേരോടെ പിഴുതെറിയുന്നത്. കാരണം ഭയം ജീവിക്കുന്നത് ഭാരത്തിലാണ്. ലാഘവത്വമുള്ളിടത്ത് ഭയത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനി അവസാനത്തെ കാര്യം, ഇതിനെ കേൾക്കുക മാത്രം ചെയ്യരുത്. ഇതിനെ ഓർമ്മിച്ചു വെക്കരുത്. ഇതിനെ ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങൾ നേരത്തെ തന്നെ പൂർണ്ണനാണ്. നിങ്ങളെ നന്നാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുകളിൽ വീണുകിടക്കുന്ന ആ ബഹളങ്ങളെ പതുക്കെ കൊഴിഞ്ഞുപോകുവാൻ അനുവദിക്കുക മാത്രം ചെയ്താൽ മതി. കണ്ണാടിയിൽ പൊടിപടലങ്ങൾ വീഴുമ്പോൾ കണ്ണാടി തന്നെ കുറ്റപ്പെടുത്തുന്നതുപോലെയാണിത്. അവിടെ കണ്ണാടി മാറ്റേണ്ട ആവശ്യമില്ല.
ആ പൊടിപടലങ്ങൾ തുടച്ചുമാറ്റിയാൽ മതി. ആ കണ്ണാടിയാണ് നിങ്ങൾ. ഓരോ അവസ്ഥകളും വന്നുപോകുന്നതാണെന്ന് പതുക്കെ നിങ്ങൾ കാണാൻ തുടങ്ങും. ഇന്ന് മനസ്സിന് ഭാരമുണ്ട്, നാളെ അത് കുറയും. ഇന്ന് ഭയമുണ്ട്, നാളെ ഒരുപക്ഷെ അതുണ്ടാകില്ല. ചിലപ്പോൾ ഭയം വീണ്ടും തിരിച്ചു വന്നേക്കാം. എന്നാൽ ഇനിയുള്ള വ്യത്യാസമെന്തെന്നാൽ ഭയം നിങ്ങളെ അലട്ടില്ല, കാരണം നിങ്ങൾക്ക് മനസ്സിലാകും ഇതും വെറുമൊരു തിരമാലയാണെന്ന്. തിരമാലയെ തിരമാലയായി കാണുന്നവൻ ഒരിക്കലും അതിൽ മുങ്ങിപ്പോകില്ല. അമിത ചിന്തയും ഇനി പഴയതുപോലെയാകില്ല. ചിന്തകൾ വരും, എന്നാൽ അത് നിങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകില്ല. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് മറ്റെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ പരിഭ്രാന്തനാകില്ല. നിങ്ങൾ വെറുതെ നിരീക്ഷിക്കും. ആഹാ, മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ നിരീക്ഷിക്കുന്നതിലൂടെ തന്നെ ചിന്തകളുടെ പകുതി ശക്തിയും ഇല്ലാതാകുന്നു. കാരണം ചിന്തകൾ ഇരുട്ടിലാണ് ശക്തമാകുന്നത്, വെളിച്ചത്തിലല്ല. നിങ്ങളുടെ അവബോധമാണ്. ആ വെളിച്ചം ഇപ്പോൾ ജീവിതം കുറച്ചുകൂടി ലളിതമായി തോന്നാൻ തുടങ്ങും. മുൻപ് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും വളരെ വ്യക്തിപരമായാണ് എടുത്തിരുന്നത്. ഓരോ വാക്കും, ഓരോ പ്രതികരണവും, ഓരോ നോട്ടവും ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശാന്തനാകുന്നു. ജീവിതം എന്തെങ്കിലും തെളിയിക്കാനല്ല നിങ്ങളെ വിളിക്കുന്നത്, മറിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ജീവിതം നിങ്ങളെ വിളിക്കുന്നത്. ഈ യാത്രയിലുടനീളം ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ശാന്തത കൈവന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ വിത്ത് പാകിക്കഴിഞ്ഞു എന്ന്. ഇനി അത് നിങ്ങളല്ല വളർത്തേണ്ടത്, ജീവിതം തന്നെ അതിനെ വളർത്തിക്കോളും. ഒരു ദിവസം നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയും, ഭയം എവിടെയോ പിന്നിലായിപ്പോയെന്ന്, ഉത്കണ്ഠകൾ അപ്രസക്തമായെന്ന്, ചിന്തകൾ ഇപ്പോൾ വെറുമൊരു ഉപകരണം മാത്രമായെന്ന്. ഇതാണ് സ്വാതന്ത്ര്യം, ഇതാണ് മോചനം, ഇതാണ് യഥാർത്ഥ ജീവിതം.